കുറച്ച് റാൻഡം സാമ്പിൾസിൻ്റെ വിഷ്വലൈസേഷൻ ആണ് നമ്മളിവിടെ കാണുന്നത്. ഫസ്റ്റ് വൺ ഇസ് സിമ്പിൾ റാൻഡം സാമ്പിൾ. സിമ്പിൾ റാൻഡം സാമ്പിളിൽ നമ്മൾ റാൻഡം ആയിട്ടാണ് ചൂസ് ചെയ്യുന്നത്. ഈച്ച് ഇൻഡിവിജ്വൽ ഓർ ഈച്ച് ഐറ്റം ഹാസ് ഈക്വൽ ചാൻസ് ഓർ ഈക്വൽ പ്രോബബിലിറ്റി. അതുകൊണ്ടാണ് എവിടുന്ന് വേണമെങ്കിലും ആരെ വേണമെങ്കിലും സെലക്ട് ചെയ്യാം സിമ്പിൾ റാൻഡം സാമ്പിൾ. നെക്സ്റ്റ് വൺ ഇസ് സിസ്റ്റമാറ്റിക് സാമ്പിൾ. അവിടെ നമ്മൾ ആദ്യം ഒരാളെ സെലക്ട് ചെയ്തു, then the third person is selected. സെലക്ട് ചെയ്തതിന് ശേഷമുള്ള തേർഡ് പേഴ്സണെയാണ് പിന്നെ സെലക്ട് ചെയ്യുന്നത്. വീണ്ടും ആ ഒരു സിസ്റ്റം തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. then the third, next third ആ രീതിയിൽ പോകുന്നതാണ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്. then സ്ട്രാറ്റിഫൈഡ് സാമ്പിളിങ്ങിൽ നമ്മൾ സ്ട്രാറ്റാസ് ആയിട്ട് തരംതിരിക്കുകയാണ്. എന്നിട്ട് ഓരോ സ്ട്രാറ്റാസിൽ നിന്നും നമുക്ക് വേണ്ടിയ ആൾക്കാരെ, അത് പ്രപ്പോർഷനേറ്റ് ആവാം, ഡിസ്പ്രപ്പോർഷനേറ്റ് ആവാം, വെയ്റ്റഡ് ആവാം, whatever it may be, ഓരോ സ്ട്രാറ്റാസിൽ നിന്ന് നമുക്ക് വേണ്ട ആൾക്കാരെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ആൻഡ് ഇൻ ക്ലസ്റ്റർ സാമ്പിൾ വി ഗ്രൂപ്പ് പീപ്പിൾ ഇൻറ്റു ഓർ ഐറ്റംസ് ഇൻറ്റു ക്ലസ്റ്റേഴ്സ് ആൻഡ് വി സെലക്ട് വിച്ച് ക്ലസ്റ്റർ വി വാണ്ട്. നമുക്ക് വേണ്ട ക്ലസ്റ്ററുകൾ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ദീസ് ആർ സം ഓഫ് ദ എക്സാമ്പിൾസ്. സോ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് പ്രോബബിലിറ്റി സാമ്പിളിങ്ങിനെ പറ്റിയായിരുന്നു. And there is non-probability sampling also. Probability ഉപയോഗിക്കാതെ, പ്രോബബിലിറ്റിയുടെ തിയറി ബേസ് ചെയ്യാതെ എടുക്കുന്ന സാമ്പിൾസിനെയാണ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗിൻ്റെ അകത്ത് വരുന്നത്. Non-probability sampling is defined as a sampling technique in which the researcher selects samples based on the subjective judgment of the researcher rather than random selection. Random ആയിട്ട് സെലക്ട് ചെയ്യുന്നതിന് പകരം റിസർച്ചറിൻ്റെ ഒരു ചിന്താഗതിയിൽ, ജഡ്ജ്മെന്റിൽ ആരെയൊക്കെയാണോ സ്യൂട്ടബിൾ സാമ്പിൾ അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സാമ്പിൾ ഐറ്റംസ് എന്ന് തോന്നുന്നത് അവരെയാണ് സെലക്ട് ചെയ്യുന്നത്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഹെവിലി ഓൺ ദ എക്സ്പെർട്ടൈസ് ഓഫ് ദ റിസർച്ചേഴ്സ്. റിസർച്ചർ നല്ലൊരു എക്സ്പെർട്ട് ആണെങ്കിൽ നല്ല സാമ്പിൾസ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ഉപയോഗിച്ച് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ബയസ്ഡ് ആയിട്ടൊക്കെ എടുക്കുന്ന ഒരു റിസർച്ചർ ആണെങ്കിൽ നമുക്ക് കൃത്യമായ സാമ്പിൾസ് കിട്ടണം എന്നില്ല. So what are the different types of non-probability sampling? First one is purposive sampling or judgment sampling or deliberate sampling. Second one is convenience sampling. Then comes haphazard sampling and lastly snowball sampling. So let us check each of these. First one, judgmental or purposive sampling. In this case, researchers select the samples based purely on the researcher's knowledge and credibility. ജഡ്ജ്മെന്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? റിസർച്ചറിന്റെ ജഡ്ജ്മെന്റിൽ അല്ലെങ്കിൽ റിസർച്ചറിന് എന്താണോ പർപ്പസ്, ആ പർപ്പസിന് അനുസൃതമായ അല്ലെങ്കിൽ ആ പർപ്പസ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഏതൊക്കെ ആൾക്കാരെ സെലക്ട് ചെയ്താലാണോ അവരെ നമ്മൾ സാമ്പിൾസ് ആയിട്ട് സെലക്ട് ചെയ്യും. Researchers choose only those people who they believe fit to participate in the research study. ആരൊക്കെയാണോ ഇതിന് സ്യൂട്ടബിൾ എന്ന് തോന്നുന്നത്, അവരുടെ സ്റ്റഡി എന്താണെന്നുള്ളത് നോക്കിയിട്ട് അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരെ മാത്രം സെലക്ട് ചെയ്യുന്നതാണ് പർപ്പസീവ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ബട്ട് ദിസ് ഇസ് നോട്ട് എ സയന്റിഫിക് മെത്തേഡ് ഓഫ് സാമ്പിളിംഗ്. ചില കേസുകളിൽ നമുക്കിത് യൂസ് ചെയ്യാം. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് കൺവീനിയൻസ് സാമ്പിളിംഗ്. A non-probability sampling technique where samples are selected from the population only because they are conveniently available to the researcher. ഈ മെത്തേഡ് ചില റിസർച്ചേഴ്സ് യൂസ് ചെയ്യാവുന്നത് ദാറ്റ്സ് ഓൺലി അപ് ടു ദെയർ കൺവീനിയൻസ്. അതായത് അവർക്ക് ഏറ്റവും സൗകര്യം, ഏറ്റവും എളുപ്പം ആരെ സെലക്ട് ചെയ്യുന്നതാണോ അവരെ മാത്രം സെലക്ട് ചെയ്ത് പഠനം നടത്തുന്നു. അതാണ് കൺവീനിയൻസ് സാമ്പിളിംഗ്. ഇൻ ദിസ് മെത്തേഡ് researchers choose these samples just because they are easy to recruit and the researcher did not consider selecting a sample that represents the entire population. അവിടെ പോപ്പുലേഷനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടോ, എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും കാണിക്കുന്നുണ്ടോ എന്നതൊന്നും റിസർച്ചർ നോക്കുന്നില്ല. റിസർച്ചറിന്റെ കൺവീനിയൻസ് മാത്രമാണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. Most common non-probability sampling method because of its speed, cost effectiveness and ease of availability of the sample. ഈ ഒരു non-probability sampling method ആണ് ഏറ്റവും കോമൺ ആയിട്ടുള്ളത്. കാരണം എന്താണ്? അതാണ് റിസർച്ചർക്ക് ഏറ്റവും എളുപ്പം ആൾക്കാരെ ഡേറ്റാസ് അനലൈസ് ചെയ്യാനായിട്ട് ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡ് ഫോർ റിസർച്ചർ എന്ന് പറയുന്നത് കൺവീനിയൻസ് സാമ്പിളിംഗ് ആണ്. കാരണം എന്താണ്? റിസർച്ചറിന്റെ കൺവീനിയൻസ് അനുസരിച്ചുള്ള സാമ്പിൾസിനെ മാത്രമേ സെലക്ട് ചെയ്യുന്നുള്ളൂ. Now third one is haphazard sampling. In haphazard sampling, we create a random sample by haphazardly choosing items in order to try and recreate true randomness. It doesn't usually work because of selection bias where you knowingly or unknowingly create unrepresentative samples. So haphazard sampling എന്ന് പറഞ്ഞാൽ
അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള പ്രത്യേകിച്ച് ഒരു സ്ട്രക്ചറും ഇല്ലാതെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സാമ്പിളാണ് ഹെഫേഴ്സൈഡ് സാമ്പിളിംഗ്. അതായത് അവിടുന്ന് ഒക്കെ ആൾക്കാരെ സെലക്ട് ചെയ്യുന്നു. നമ്മൾ അവിടുന്ന് എടുക്കുമ്പോൾ റാൻഡം സാമ്പിളിംഗ് ആകാം എന്ന് കരുതിയായിരിക്കും എടുക്കുന്നത്. പക്ഷെ ആക്ച്വലി ഇതൊരു അൺറെപ്രസെൻറ്റേറ്റീവ് സാമ്പിളായിട്ടാണ് മിക്ക കേസുകളിലും വരാറ്. കൃത്യമായിട്ടത് പോപ്പുലേഷനെ റെപ്രസെൻറ്റ് ചെയ്യാറില്ല. കാരണം നമ്മൾ എടുക്കുന്നതിന് പ്രത്യേകിച്ച് ഒരു ക്രൈറ്റീരിയ ഒന്നും വരുന്നില്ല, ഒരു കണ്ടീഷനും ഇല്ല. ജസ്റ്റ് റാൻഡം ആയിട്ട് അവിടുന്ന് ഒക്കെ എടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആകെ എത്ര പേരെ എടുക്കുന്നു എന്നൊന്നുമില്ല. ജസ്റ്റ് ഹെഫേഴ്സൈഡ്ലി നമ്മളങ്ങ് ചൂസ് ചെയ്യാണ്. ഒരു സ്ട്രക്ചറും ഇല്ലാത്ത രീതിയിൽ നമ്മൾ കുറച്ച് പേരെ ചൂസ് ചെയ്യുന്നു. This is not a structured technique, and we can choose Haphazard sampling by avoiding any conscious bias or predictability. നോർമൽ കേസിൽ ബയസും predictability ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്, കാരണം റിസർച്ചറാണ് ആൾക്കാരെ സെലക്ട് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ഹെഫേഴ്സൈഡ് സാമ്പിളിംഗ് ഒരു പരിധി വരെ ആക്യുറേറ്റ് ആക്കാൻ പറ്റുന്നത് എന്തെങ്കിലുമായിട്ടുള്ള കോൺഷ്യസ് ബയസ് നമ്മളങ്ങ് ഒഴിവാക്കുകയാണെങ്കിലാണ്. ഇത് പ്രത്യേകിച്ച് ഒരു പരിഗണനയും ആർക്കും കൊടുക്കാതെ എല്ലാവർക്കും ഈക്വൽ ചാൻസ് എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ സെലക്ട് ചെയ്യുവാണെങ്കിൽ കുറച്ചെങ്കിലും അത് പോപ്പുലേഷനെ റെപ്രസെന്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. Next one is snowball sampling. It helps researchers find a sample when they are difficult to locate. സാമ്പിൾസിനെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുള്ള സമയത്ത് നമുക്ക് സ്നോബോൾ സാമ്പിളിംഗ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് വെൻ ദ സാമ്പിൾ സൈസ് ഇസ് സ്മോൾ ആൻഡ് നോട്ട് ഈസിലി അവൈലബിൾ. നമ്മുടെ സാമ്പിൾ സൈസ് ഒരുപാട് ചെറുതാണ്, അവരൊന്നും പെട്ടെന്ന് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാനും പറ്റില്ല, പെട്ടെന്ന് അവൈലബിളും അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്നോബോൾ സാമ്പിളിംഗ് ചൂസ് ചെയ്യാം. ഇറ്റ് വർക്ക്സ് ലൈക്ക് ദ റെഫറൽ പ്രോഗ്രാം പോലെയാണ് സ്നോബോൾ സാമ്പിളിംഗ് ആക്ട് ചെയ്യുന്നത്. ജസ്റ്റ് ലൈക്ക് എ സ്നോബോൾ, നമ്മൾ ആദ്യം ഒരു ചെറിയൊരു മഞ്ഞുകട്ട എടുത്ത് അത് ഉരുട്ടി വിടുമ്പം ബാക്കി മഞ്ഞും കൂടെ ചേർന്നൊരു വലിയ മഞ്ഞുകട്ട ആവുന്നത് പോലെ തന്നെയാണ് സ്നോബോൾ സാമ്പിളിംഗിലും. ആദ്യം നമ്മൾ ആരെങ്കിലും ഒരാളെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെ മാത്രം നമ്മൾ ലൊക്കേറ്റ് ചെയ്യുക. എന്നിട്ട് അവരിൽ നിന്ന് ഡേറ്റാസ് കളക്ട് ചെയ്യുമ്പം നമുക്ക് പുതിയ ലിങ്ക് കിട്ടുവാണ്, പുതിയ ആൾക്കാരിലേക്കുള്ള ഒരു ലിങ്ക് നമുക്ക് അവിടെ തുറന്നു കിട്ടുവാണ്. സോ അവിടെ നിന്ന് നമ്മുടെ സാമ്പിളിന്റെ എണ്ണം കൂടുവാണ്. വീണ്ടും ആ പുതിയ ആൾക്കാരോട് ചോദിച്ചു കഴിയുമ്പോൾ വീണ്ടും പുതിയ കുറച്ച് ഡേറ്റാസ് കൂടെ കിട്ടും. അപ്പം നമുക്ക് വീണ്ടും പുതിയ ആൾക്കാരെ വേറെ ആരെങ്കിലും കൂടെ ചേർക്കാനായിട്ട് സാധിക്കും. ആ രീതിയിൽ സാമ്പിൾസിനെ ആഡ് ചെയ്ത് പോകുന്നതിനെയാണ് സ്നോബോൾ സാമ്പിളിംഗ് എന്ന് വിളിക്കുന്നത്. Once the researcher finds suitable subjects, he asks them for assistance to seek similar subjects to form a considerably good size sample. അതായത് ആദ്യമേ നമ്മൾ ആരുടെ അടുത്താണോ അപ്രോച്ച് ചെയ്യുന്നത് അവരോട് സിമിലർ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള മറ്റാൾക്കാരെ പറ്റി, അല്ലെങ്കിൽ ഒരു അന്വേഷണമാണ്, എൻക്വയറി ആണെങ്കിൽ നമുക്ക് കിട്ടിയ ഡീറ്റെയിൽസ് വെച്ചിട്ട് കൂടുതൽ ആൾക്കാരിലേക്ക് അത് വ്യാപിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കും. സോ അങ്ങനെ മുന്നോട്ട് പ്രൊസീഡ് ചെയ്ത് പോകുന്നതിനെയാണ് സ്നോബോൾ സാമ്പിളിംഗ് എന്ന് വിളിക്കുന്നത്. Again, these are some sampling methods: probability sampling and non-probability sampling. Simple random sampling under cluster, systematic, stratified, and again convenience, judgmental, purposive, snowball. Okay, non-probability sampling methods ആണ്. Now, what are the difference between probability sampling and non-probability sampling? In non-probability sampling, sample selection is based on the subjective judgment of the researcher. അതായത് റിസർച്ചർ എന്താണോ ജഡ്ജ് ചെയ്യുന്നത് അതിനനുസരിച്ച് മാത്രമാണ് സാമ്പിൾസിനെ സെലക്ട് ചെയ്യുന്നത്. നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗിൽ സാമ്പിൾ സെലക്ട് ചെയ്യുന്നത് റാൻഡം ആയിട്ടാണ്. നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗിൽ എല്ലാവർക്കും ഈക്വൽ ചാൻസ് അല്ല, ബട്ട് ഇൻ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എവ്രി വൺ ഇൻ ദ പോപ്പുലേഷൻ ഹാസ് എൻ ഈക്വൽ ചാൻസ് ഓഫ് ഗെറ്റിംഗ് സെലക്റ്റഡ്. അതേപോലെ തന്നെ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗിൽ ബയസ് വരാനുള്ള ചാൻസ് ഉണ്ട്. പ്രോബബിലിറ്റി സാമ്പിളിംഗിൽ കമ്പാരിറ്റീവ്ലി ബയസ് ഒരുപാട് കുറവാണ്. ആൻഡ് പോപ്പുലേഷൻ എല്ലാവർക്കും ഒരേ ക്യാരക്ടറിസ്റ്റിക്സ് തന്നെയാണെങ്കിൽ നമുക്ക് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ പോപ്പുലേഷൻ ഡൈവേഴ്സ് ആണെങ്കിൽ ഇറ്റ് ഈസ് ഓൾവേസ് suitable to choose probability sampling. നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗിൽ പോപ്പുലേഷനെ കൃത്യമായിട്ട് റെപ്രസെന്റ് ചെയ്യണം എന്നില്ല സാമ്പിള്. അങ്ങനെ റെപ്രസെന്റ് കൂടുതൽ ചെയ്യുന്നത് പ്രോബബിലിറ്റി സാമ്പിളിംഗിലായിരിക്കും. അതേപോലെ തന്നെ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗിൽ റെസ്പോണ്ടൻസിനെ കണ്ടുപിടിക്കുന്നത് വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ റാൻഡം ആയിട്ട് അല്ല ചൂസ് ചെയ്യുന്നത്, പകരം നമുക്ക് ആവശ്യമുള്ളതോ അല്ലെങ്കിൽ നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ നമ്മൾ സെലക്ട് ചെയ്യുന്നുള്ളൂ. സോ അവരിൽ നിന്ന് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നത് കമ്പാരിറ്റീവ്ലി ഈസിയാണ്. പ്രോബബിലിറ്റി സാമ്പിളിംഗിൽ റൈറ്റ് റെസ്പോണ്ടൻസിനെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഈസി.
Now, sampling error. A sampling error is a deviation in the sampled value versus the true population value. അതായത് പോപ്പുലേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും സാമ്പിളിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും തമ്മിലുള്ള ഡിഫറൻസ് എന്ത് മാത്രമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന കൺക്ലൂഷനിൽ എന്ത് മാത്രം ഡീവിയേഷൻസ് സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് സാമ്പിളിംഗ് എറർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് occurs because the sample is not representative of the population or is biased in some way. എന്തുകൊണ്ടാണ് എറർ സംഭവിക്കുന്നത്? ഒന്നെങ്കിൽ സാമ്പിൾ കൃത്യമായിട്ട് പോപ്പുലേഷനെ റെപ്രസെന്റ് ചെയ്യുന്നില്ല, അല്ലാന്നുണ്ടെങ്കിൽ സാമ്പിൾ നമുക്ക് കിട്ടിയ സാമ്പിൾ ഏതെങ്കിലും തരത്തിൽ ബയസ്ഡ് ആയിരിക്കും. Even randomized samples will have some degree of sampling error because a sample is only an approximation of the population from which it is drawn. ഇനി നമ്മൾ ബയസ്ഡ് ഒന്നും അല്ല എങ്കിൽ പോലും റാൻഡമായിട്ട് എടുക്കുന്ന ഏതൊരു സാമ്പിളിനും കുറച്ച് ഡിഗ്രി ഓഫ് എറർ വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം എന്താണ്, നമ്മൾ എത്രയൊക്കെ സാമ്പിൾ എടുത്തെന്ന് പറഞ്ഞാലും ഫുൾ പോപ്പുലേഷൻ ആവുന്നില്ല, എല്ലാവരെയും പറ്റി പഠിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ക്യാരക്ടറിസ്റ്റിക്സ് 100% കിട്ടാനുള്ള ചാൻസും കുറവാണ്. Now, there are non-sampling errors also. Non-sampling errors are caused by external factors rather than an issue within a survey, study or census. നമ്മൾ സർവേ നടത്തുമ്പോഴോ സ്റ്റഡി നടത്തുമ്പോഴോ ഒക്കെയുള്ള എറർ അല്ലാതെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കാരണവും എറേഴ്സ് സംഭവിക്കാം. അങ്ങനെയുള്ള എററുകളെയാണ് നോൺ സാമ്പിളിംഗ് എറർ എന്ന് വിളിക്കുന്നത്. എനി എറർ ഓർ ഇൻആക്യുറസീസ് കോസ്ഡ് ബൈ ഫാക്ടേഴ്സ് അതർ ദാൻ സാമ്പിളിംഗ് എറർ. അതായത് സാമ്പിളിംഗ് എറർ അല്ലാതെ ഉണ്ടാവുന്ന മറ്റ് എററുകളെ കോമൺ ആയിട്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് നോൺ സാമ്പിളിംഗ് എറർ. ഫോർ എക്സാമ്പിൾ, സെലക്ഷൻ ബയസ്, പോപ്പുലേഷൻ മിസ്സ്പെസിഫിക്കേഷൻ എറർ, sampling frame error, processing error, respondent error, non-response error, instrument error, interviewer error and surrogate error. ഈ എററുകളെല്ലാം തന്നെ നോൺ സാമ്പിളിംഗ് എററിൽ വരുന്നതാണ്. നമ്മൾ സാമ്പിളിനെ സെലക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബയസ്, അല്ലെങ്കിൽ പോപ്പുലേഷനെ പറ്റി കൃത്യമായിട്ട് ഒരു സ്പെസിഫൈ ചെയ്യാതിരിക്കുമ്പോൾ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ സാമ്പിളിംഗ് ഫ്രെയിം എടുത്തപ്പം ഉണ്ടായ മിസ്റ്റേക്ക്, പ്രോസസ്സിങ്ങിൻ്റെ അകത്ത് വരുന്ന മിസ്റ്റേക്ക്, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ ഇൻഫോർമൻസ് തരുന്ന ഇൻഫർമേഷൻ തെറ്റിപ്പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഇൻസ്ട്രുമെന്റ് ഏതാണോ മെഷർ ചെയ്യാൻ എടുക്കുന്ന ഇൻസ്ട്രുമെന്റ് അതിൻ്റെ അകത്തൊക്കെയും എറർ സംഭവിക്കാം, അല്ലെങ്കിൽ ഇന്റർവ്യൂവറിന് തന്നെ എറർ സംഭവിക്കാം. അങ്ങനെ പല രീതിയിലുള്ള എറേഴ്സ് ഉണ്ട്. ഈ എറേഴ്സ് എല്ലാം തന്നെ നമ്മൾ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് നോൺ സാമ്പിളിംഗ് എറർ. Now, there is bias in sampling. A sampling method is called biased if it systematically favors some outcomes over the others. അതായത് ഒരു സാമ്പിളിംഗ് മെത്തേഡ് എപ്പോഴാണ് ബയസ്ഡ് ആവുന്നത്? ഏതെങ്കിലും ഒരു ഔട്ട്കത്തിന് അത് കൂടുതൽ മുൻഗണന കൊടുക്കുവാണ്, ഒരു അപ്രോക്സിമേഷൻ നമ്മൾ കൊടുക്കുവാണ്, മുന്നോട്ടേക്കോ പുറകോട്ടേക്കോ ഒക്കെ കൊടുക്കുവാണെങ്കിൽ അവിടെയാണ് നമ്മൾ സാമ്പിളിംഗ് മെത്തേഡ് ബയസ്ഡ് ആണെന്ന് പറയുന്നത്. എറർ എപ്പോഴൊക്കെ ഉണ്ടാവുന്നത്? It comes in the minds of the investigator or the informant or in the instrument of the measurement. ഒന്നെങ്കിൽ ഇൻവെസ്റ്റിഗേറ്ററിന്റെ മനസ്സിൽ ഈ ഒരു ബയസ് ഉണ്ടാവാം, അതുകൊണ്ട് എറർ സംഭവിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇൻഫോർമന്റ് മനസ്സിൽ ബയസ് ഉണ്ടാവുന്നതുകൊണ്ട്, അതായത് നമുക്ക് ഉത്തരം തരുന്നത് ആരാണോ, ഡേറ്റാസ് തരുന്നത് ആരാണോ അവരുടെ മനസ്സിലൊരു ബയസ് ഉണ്ടെങ്കിലും തെറ്റ് സംഭവിക്കാം. ഇനിയല്ല, ഇത് രണ്ടുമല്ല, രണ്ടു കൂട്ടരും അൺബയസ്ഡ് ആയിരുന്നു, പക്ഷെ നമ്മൾ എടുക്കുന്ന ഏത് ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചാണോ മെഷർ ചെയ്യുന്നത് ആ ഇൻസ്ട്രുമെന്റിന് എന്തെങ്കിലും എറർ ഉണ്ടായിരുന്നു, അപ്പോഴും അവിടെ എറർ ബയസ് അവിടെ സംഭവിക്കാവുന്നതാണ്. Sampling bias is sometimes called ascertainment bias or systematic bias. ബയസിനെ തന്നെ നമുക്ക് സാമ്പിളിംഗ് ബയസിനെ അസർട്ടൻമെന്റ് ബയസ് എന്നോ സിസ്റ്റമാറ്റിക് ബയസ് എന്നോ നമുക്ക് വിളിക്കാനായിട്ട് പറ്റും. ബയസ് ക്യാൻ ബി ഇന്റൻഷണൽ ബട്ട് ഓഫൺ ഇറ്റ് ഈസ് നോട്ട്. ബയസ് നമുക്ക് മനഃപൂർവ്വം നമുക്ക് ഒരാളെ പറ്റി മുൻവിധി ഉണ്ടാക്കാവുന്നതാണ്, പക്ഷെ കൂടുതൽ വട്ടവും അല്ലാതെയുള്ള ബയസുകളാണ്, ഇന്റൻഷനലി അല്ലാതെ ഉണ്ടാവുന്ന ബയസുകളാണ് കൂടുതലും.